അഞ്ചാമതായിട്ട് വേണ്ടത് സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷൻ. സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അതിനകത്ത് ഒരു നിയമപരമായ സാധ്യത ലഭിക്കണമെങ്കിൽ ലീഗലായിട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രൊഫഷണൽ സൈൻ ചെയ്ത് ഇത് സാക്ഷ്യപ്പെടുത്തിയ ഒരു ഡിക്ലറേഷനാണ്. സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലെയർ ചെയ്താണ്, ലീഗലായിട്ട് ഡിക്ലെയർ ചെയ്തൊരു കാര്യമാണ്. ഇത് കുഴപ്പമൊന്നുമില്ല, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാണ് എന്നുള്ള ഡിക്ലറേഷനാണ്. അത് ഒപ്പിട്ട് കൊടുക്കേണ്ടത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റ് അല്ലെങ്കിൽ ഒരു പ്രാക്ടീസ് ചെയ്യുന്ന CA-കാരൻ, പ്രാക്ടീസ് ചെയ്യുന്ന CMA-കാരൻ, പ്രാക്ടീസ് ചെയ്യുന്ന CS-കാരൻ, ഇത്രയും പേർക്കാണ് ഇത് സൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത്. ഒരു പ്രൊഫഷണലിനെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞതിൻ്റെ കാരണം പ്രൊഫഷണൽസ് ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് ചെയ്യത്തുള്ളൂ. ഇതിനകത്ത് ഒരു തെറ്റ് പോലും ഉണ്ടാവാൻ അവരെ അനുവദിക്കത്തില്ല. എല്ലാം കറക്റ്റാണെങ്കിൽ മാത്രമേ അവർ സൈൻ ചെയ്ത് തരത്തുള്ളൂ. അല്ലെങ്കിൽ അവരുടെ ആ പ്രൊഫഷനെ തന്നെ അത് ബാധിക്കുന്നതാണ്. അവരുടെ കൗൺസിലിലും അതിനകത്ത് എല്ലാം അവർക്ക് പ്രശ്നം വരുന്നതാണ്. ഇതിനകത്ത് ഇവർ സൈൻ ചെയ്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇതവരുടെ പ്രൊഫഷനെ തന്നെ ബാധിക്കുന്നത് കൊണ്ട് അവരതെല്ലാം ശ്രദ്ധിച്ച് ചെയ്യാറുള്ളൂ. ഒരു അഡ്വക്കേറ്റിൻ്റെ ആയാലും CA-കാരനായാലും CMA-കാരനും CS-കാരനായാലും അവർ ചെയ്യുമ്പോൾ അത് ശ്രദ്ധിച്ച് മാത്രമേ ചെയ്യത്തുള്ളൂ. ഇല്ലെങ്കിൽ അവരുടെ ആ പ്രൊഫഷണൽ കരിയർ തന്നെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ്. ആറാമതായിട്ട് വേണ്ടത് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. ഇത് ഇൻകോർപ്പറേറ്റ് ചെയ്തു എന്ന് വെച്ചാൽ അത് രൂപീകൃതമായി എന്ന് പറഞ്ഞ രജിസ്ട്രാർ ഓഫ് കമ്പനി പ്രൊമോട്ടറിന് കൊടുക്കുന്ന പേപ്പറാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ എന്ന് കിട്ടിയോ അന്നാണ് കമ്പനിയുടെ ബർത്ത് നടക്കുന്നത്. ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് കറക്റ്റായിട്ട് പറയാൻ വേണമെങ്കിൽ അതിൻ്റെ എന്നാണത് അന്ന് മുതൽ അതിൻ്റെ ടാക്സ് കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ നിയമപരമായ എല്ലാ കാര്യങ്ങളും അതെല്ലാം പൂർത്തിയായി. സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ലഭിച്ചു കഴിഞ്ഞാൽ ഒരു പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ അന്ന് തന്നെ അത് തുടങ്ങുക. പ്രൈവറ്റ് കമ്പനിക്ക് വേറെ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ കിട്ടിയാൽ ഉടനെ തന്നെ കമ്പനി പ്രവർത്തനം ആരംഭിക്കാം. പക്ഷേ ഒരു പബ്ലിക് കമ്പനി ആകുമ്പോൾ പബ്ലിക് കമ്പനിക്ക് അതിൻ്റെ ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്യണം. ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ കൂടി ചെയ്തെങ്കിൽ മാത്രമേ ആ കമ്പനി ആരംഭിക്കാൻ പറ്റത്തുള്ളൂ. പ്രൈവറ്റ് കമ്പനിയെ സംബന്ധിച്ചോളം സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ കിട്ടിയ ഉടനെ തന്നെ കമ്പനി സ്റ്റാർട്ട് ചെയ്യാം. കമൻസ്മെൻറ്റ് ഓഫ് കമ്പനി നടക്കും. ഓക്കെ. പിന്നീട് അടുത്തത് ഏഴാമതായിട്ട് വേണ്ടത് രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു കാര്യം. അതിൻ്റെ രജിസ്റ്റേർഡ് ഓഫീസ്, അത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഓഫീസിലെ പ്ലേസ്, അതിൻ്റെ അഡ്രസ് പ്രൂഫ് കൊടുക്കേണ്ടതാണ്. അപ്പം പ്രൊമോഷൻ നടക്കുന്ന സമയത്ത് അത് റെഡി ആണെങ്കിൽ ആ പ്രൊമോട്ടർ അത് കൊടുക്കണം. അത് അന്ന് കൊടുക്കാൻ പറ്റിയില്ല, റെഡി ആയില്ല എങ്കിൽ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ കിട്ടി 30 ദിവസത്തിനുള്ളിൽ 30 ഡേയ്സിനുള്ളിൽ അത് കൊടുത്തിരിക്കണം. എവിടെയാണ്? രജിസ്റ്റേർഡ് ഓഫീസാണ്. 30 ദിവസത്തിനുള്ളിൽ കൊടുത്തില്ല എങ്കിൽ കമ്പനിക്കെതിരെ നിയമപരമായ നടപടി എടുക്കാൻ രജിസ്ട്രാർ ഓഫ് കമ്പനിക്ക് അധികാരമുണ്ട്. അപ്പോൾ രജിസ്ട്രാർ ഓഫ് കമ്പനി 30 ദിവസത്തിനുള്ളിൽ കിട്ടിയില്ലെങ്കിൽ ഉടനെ നിയമപരമായ നടപടി എടുക്കുന്നത് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ വരെ ക്യാൻസൽ ആവാൻ സാധ്യതയുള്ളതുമാണ്. എട്ടാമതായിട്ട് വേണ്ടത് ഫീസ് കൊടുത്തതിൻ്റെ റെസിപ്റ്റ്. പേയ്മെൻറ്റ് ഓഫ് ഫീസിന് മുമ്പേ പറഞ്ഞിരുന്ന കാര്യം തന്നെ. എട്ടാമതായിട്ട് വേണ്ടത് ഫീസ് കൊടുത്ത അത് നിശ്ചിത ഫീസ് രജിസ്ട്രാർ ഓഫ് കമ്പനി പറയും. ഈ കമ്പനി ഏത് സ്കെയിലുള്ളതാണ്, സ്മാൾ സ്കെയിൽ, ചെറിയ രീതിയിലുള്ളതാണോ, മൾട്ടിനാഷണൽ ആണോ, അങ്ങനെ ഏത് രീതിയിലുള്ളതാണ് അതനുസരിച്ച് അതിനൊരു ഫീസുണ്ട്. ഇത് ഇത്ര പെർസെൻറ്റേജ്, ചിലപ്പോൾ 15%, 20%, അങ്ങനെ ഇന്ന പെർസെൻറ്റേജ് ആ കമ്പനിയുടെ ടേൺ ഓവറിൻ്റെയോ ക്യാപിറ്റലിൻ്റെയോ അതിൻ്റെ ഉദ്ദേശിക്കുന്നതിൻ്റെയോ അല്ലെങ്കിൽ ഒരു നിശ്ചിത തുക, ഇതെല്ലാം ഇതാണ് പറയുന്നത്. രജിസ്ട്രാർ ഓഫ് കമ്പനി പറയുന്ന തുക, ആ തുക അടച്ച് അതിൻ്റെ റെസിപ്റ്റ്, അതടച്ചതിൻ്റെ റെസിപ്റ്റ്, ഇത്ര 8 സാധനങ്ങളാണ്, 8 കാര്യങ്ങളാണ് നമ്മളൊരു ഇൻകോർപ്പറേഷൻ മുമ്പ് ചെയ്തിരിക്കേണ്ടതാണിത്. അതിനകത്ത് ഇത്രയും സർട്ടിഫിക്കറ്റ്
ഇൻകോർപ്പറേഷന് മുമ്പ് ചെയ്തിരിക്കേണ്ട 6 കാര്യങ്ങളും പിന്നീട് 2 കാര്യങ്ങൾ, അത് ഇൻകോർപ്പറേഷൻ കഴിഞ്ഞിട്ട് കിട്ടുന്ന 2 കാര്യങ്ങളും ചേർത്ത് വെച്ചെങ്കിൽ മാത്രമേ നമുക്കൊരു കമ്പനി ഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ. 8 ഡോക്യുമെൻ്റാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് ഒരു കമ്പനി ഫോർമേഷന് വേണ്ടത്. ഇനി അത് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകം. എൻ്റെ ഇടയ്ക്ക് ജസ്റ്റ് ചെറിയൊരു കാര്യം, സിൻ ഉണ്ട്. സിൻ എന്ന് വെച്ചാൽ കോർപ്പറേറ്റ് ഐഡൻറ്റിറ്റി നമ്പർ. ഒരു കോർപ്പറേറ്റ് കമ്പനിക്ക് കോർപ്പറേറ്റിന് കൊടുക്കുന്ന ഐഡൻറ്റിറ്റി നമ്പർ, അതിപ്പം CS14532319 അങ്ങനെ വല്ല നമ്പരും ആയിരിക്കാം. അങ്ങനെയൊരു കോർപ്പറേറ്റ് ഐഡൻറ്റിറ്റി നമ്പറുണ്ട്. ഇത് യുണീക്കാണ്. ഒരെണ്ണത്തിന് കിട്ടിയത് വേറൊരിടത്തിൽ കിട്ടത്തില്ല. ഇങ്ങനെ ഓരോ നമ്പേഴ്സ് കൊടുക്കും. അത് എന്നാണോ അത് വന്നത് എന്ന് വെച്ചാൽ കമ്പനിയുടെ ഇൻകോർപ്പറേഷൻ നടക്കുന്നത്, സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഇഷ്യൂ ചെയ്യുന്നത്, അത് ഡേറ്റ് ഓഫ് ബർത്ത് ഓഫ് ദി കമ്പനി ആണെന്ന് പറഞ്ഞല്ലോ. ദ കമ്പനി ഈസ് ഇൻകോർപ്പറേറ്റഡ് മീൻ ദർ കാൾഡ് ബർത്ത് സർട്ടിഫിക്കറ്റ് ഓഫ് ദി കമ്പനി വിത്ത് എഫക്റ്റ് ഫ്രം ദ ഡേറ്റ് ദ രജിസ്റ്റേർഡ് കമ്പനി അലോട്ട്സ് 2000 നവംബർ 1 മുതൽ 2000 മുതൽ രജിസ്റ്റർ ഓഫ് കമ്പനി, സിൻ നമ്പർ എല്ലാ കമ്പനിക്കും നൽകി വരുന്നുണ്ട്. സിൻ നമ്പർ എന്ന് വെച്ചാൽ കോർപ്പറേറ്റ് ഐഡൻറ്റിറ്റി നമ്പറാണ്. ഇത് ഓരോ കമ്പനിയുടെയും പേര് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് സിൻ നമ്പർ. ഓക്കെ, അടുത്തതായിട്ട് എഫക്റ്റ് ഓഫ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ എഫക്റ്റ് എന്താണ്? സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ നേരത്തെ പറഞ്ഞിരുന്ന പോലെ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ രജിസ്ട്രാർ ഓഫ് കമ്പനി അത് രജിസ്റ്റർ ചെയ്തു എന്ന് പറഞ്ഞ് തരുന്ന ഒരു ഡോക്യുമെൻ്റാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. രജിസ്ട്രാർ ഓഫ് കമ്പനി നൽകുന്ന ഒരു ഡോക്യുമെൻ്റാണ് ഇത്. കമ്പനി രൂപീകൃതമായി, ഇൻകോർപ്പറേറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ലഭിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. ഇത് കമ്പനിയുടെ ഇത് തരുന്നത് രജിസ്ട്രാർ ഓഫ് കമ്പനി. രണ്ടാമത്, ഇത് കമ്പനിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ്. സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഇത് കിട്ടിയെങ്കിൽ മാത്രമേ ഒരു കമ്പനിക്ക് കമ്പനിയുടെ പേരിൽ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുവാനോ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുവാനോ പറ്റത്തുള്ളൂ. ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാനോ കോൺട്രാക്റ്റ് ഏർപ്പെടണമെങ്കിലോ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ കിട്ടിയേ ഒക്കത്തുള്ളൂ. അല്ലാതെ ചെയ്യുന്ന ഓരോ കോൺട്രാക്റ്റ് അത് നിയമസാധുതയില്ല, ലീഗലായിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ കമ്പനി വേറെ ഏതെങ്കിലും ഫ്രോഡിൻ്റെ അടുത്താണ് ഇത് ചെയ്തത്. കോൺട്രാക്റ്റ് അവർ കമ്പനി രജിസ്ട്രേഷൻ മുമ്പ് എന്ന് വെച്ചാൽ സർട്ടിഫിക്കറ്റ് ഇൻകോർപ്പറേഷൻ ലഭിക്കുന്നതിന് മുമ്പ് കോൺട്രാക്റ്റ് എഴുതിയത് അയാൾ കുറേ പൈസ വെട്ടിച്ചുകൊണ്ട് പോയി, കമ്പനിക്ക് കേസ് കൊടുക്കാൻ പറ്റത്തില്ല. അതുപോലൊക്കെ തിരിച്ച് കമ്പനിയെ ഫ്രോഡ് ചെയ്താലും ഒന്നും കമ്പനിക്ക് ആ സമയത്ത് ഒരു കേസിനോ ലീഗൽ ഫോർമാലിറ്റിക്കോ ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടാത്തത് കൊണ്ട്. ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് നിയമപരമായി സെബിയുടെയൊക്കെ കൺട്രോളിലൊക്കെയാണ്. അതുകൊണ്ട് തന്നെ അതുപോലെ ആ ഒരു രീതിയിൽ തന്നെ നടക്കത്തുള്ളൂ. പിന്നീട് ഒരിക്കൽ കമ്പനി രൂപീകൃതമായ ഇൻകോർപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് അവർ തീരുമാനിക്കാതെ എന്ന് വെച്ചാൽ അതിൻ്റെ ഒബ്ജക്റ്റ് ക്ലോസിൽ നിന്ന് അല്ലെങ്കിൽ മാറി സഞ്ചരിക്കുകയാണെങ്കിൽ അതിനെ ഇൻകോർപ്പറേഷൻ ക്യാൻസൽ ചെയ്യാം.
ഒബ്ജക്റ്റ് ക്ലോസിൻ്റെ സബ് ക്ലോസുകളായിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു മെയിൻ സാധനമുണ്ട്. ഒരു മെയിൻ സാധനം ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ബാഗ് ആയിരിക്കട്ടെ, ഒരു ബാഗ് ഉണ്ടാക്കാൻ വേണ്ടി അതിൻ്റെ ക്ലിപ്പും കൂടി ഉണ്ടാക്കണം. ക്ലിപ്പ് ഉണ്ടാക്കുന്ന കാര്യം പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. ഒരു സബ് ക്ലോസ് ആണത്. അത് ഒരു ഒരു ബാഗിന് ക്ലിപ്പ് ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ ബാഗിന് വള്ളി ഉണ്ടാക്കാനായിട്ട് പ്രത്യേകം എഴുതി വെക്കേണ്ടി വേണ്ട. അതിനകത്ത് ബാഗ് ഉണ്ടാക്കുന്നതിനകത്ത് സബ് ക്ലോസ് ആയിട്ടുള്ളതാണത്. അപ്പം അത് ചെയ്യുന്നത് ഒരിക്കലും അതിനകത്ത് വേർതിരിച്ച് പോകുന്നതല്ല. അതുകൊണ്ട് അതിന് നടപടിയൊന്നും എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ബാഗ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് വേറൊരു ചെരുപ്പും കൂടി ഉണ്ടാക്കുകയാണെങ്കിൽ ചെരുപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നേരത്തെ തീരുമാനിച്ച കാര്യങ്ങളൊക്കെ പറയണം. എങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു ഒബ്ജക്റ്റ് ക്ലോസ് അതിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് നിന്ന് മാറി വേറൊരു ലക്ഷ്യം അതിനകത്ത് കാര്യങ്ങളത് ഉണ്ടാക്കാൻ പാടില്ല. സബ് ക്ലോസുകളാവാം. അതുപോലെ ഈ ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ കിട്ടി. ഈ കിട്ടിയത് വേറെ കുറേ പേരുടെ പേര് പറഞ്ഞു. ഇപ്പം എൻ്റെ പേര് ഞാൻ കൊടുത്തു, ഞാൻ ഒപ്പിട്ടു. അതുപോലെ വേറെ പലരുടെയും പേര് ഞാനിങ്ങനെ എഴുതി അവരുടെ ഒപ്പം കിട്ടു. ഇങ്ങനെ ഞാൻ കുറേ പേരുടെ പേര് എഴുതി ഒപ്പിട്ടു. ഈ ബാക്കിയുള്ള ആരും അറിഞ്ഞിട്ടില്ല ഇങ്ങനൊരു സംഭവം. അവരുടെ ID പ്രൂഫിൻ്റെ കോപ്പിയൊക്കെ മേടിച്ച് ഞാൻ അതങ്ങ് ചെയ്ത് പോയതാണ്. ഇവരാരും അറിഞ്ഞിട്ടില്ല സംഭവം. പക്ഷേ കമ്പനി ഇൻകോർപ്പറേഷൻ എല്ലാം കിട്ടി. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇവർക്കും അത് ബാധകവുമാണ്. ഇവർക്ക് ഒന്നും ചെയ്യാനും പറ്റത്തില്ല. ഇവരെൻ്റെ പാർട്ട്നേഴ്സായിട്ട് മാറുകയും ചെയ്യും. ഈ സമയത്താണ് മറ്റേ പറഞ്ഞൊരു പ്രശ്നം എന്ന് വെച്ചാൽ പ്രൊഫഷണൽസ് സൈൻ ചെയ്ത് സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷൻ കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം ഇതൊക്കെ തന്നെയാണ്. ഇവരിതെല്ലാം സാക്ഷ്യപ്പെടുത്തിയിട്ട് മാത്രമായിരിക്കണം കൊടുക്കേണ്ടത്. ഇതിപ്പം ഇല്ലീഗലായിട്ടുള്ളൊരു സാധനത്തിന് ഒരു കമ്പനി രൂപീകരിക്കാൻ പറ്റത്തില്ല, കമ്പനി ഫോം ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കഞ്ചാവ് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു കമ്പനി ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് അതിനകത്ത് ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടി. ഈ പ്രൊഫഷൻസൊക്കെ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ വലുതായിട്ട് രജിസ്റ്റർ ഓഫ് കമ്പനി ഡോക്യുമെൻ്റൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കത്തുള്ളൂ. ഡോക്യുമെൻ്റൊക്കെ ഉണ്ട്. അത് സൈൻ ചെയ്ത് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ കൊടുത്തു. ഇത് ഇല്ലീഗലാണ് എങ്കിൽ പോലും ആ കമ്പനി നിലനിൽക്കും. കമ്പനിക്ക് ഒരു പ്രവർത്തനം നടത്താൻ പറ്റത്തില്ല എന്നേ ഉള്ളൂ. നിയമപരമായിട്ട് കമ്പനിക്ക് നിലനിൽപ്പുണ്ട്. ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് സർട്ടിഫിക്കറ്റ് ഇൻകോർപ്പറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ കമ്പനിക്ക് നിലനിൽപ്പുണ്ട്. ആ കമ്പനി മാറണമെങ്കിൽ ആ മെമ്പേഴ്സ് എല്ലാം കൂടി ചെന്ന് ഇത് ഡിസൊല്യൂഷൻ നടത്തുന്നു എന്ന് പറഞ്ഞ് അത് സൈൻ ചെയ്ത് പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് വല്ലതും ഉണ്ടെങ്കിൽ അതെല്ലാം കൊടുത്ത് ബോണ്ടുകൾ, ഡിബഞ്ചേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ചെയ്ത് ഇതൊക്കെ ചെയ്ത് ഡിസൊല്യൂഷൻ നടത്താൻ പറ്റത്തുള്ളൂ. മെമ്പേഴ്സ് എല്ലാം തീരുമാനിച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്രയാണ് ഇൻകോർപ്പറേഷൻ്റെ കാര്യങ്ങൾ. ഇൻകോർപ്പറേഷൻ അത്രയേ ഉള്ളൂ. പിന്നീട് അടുത്തത് ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷനാണ്. ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ. വാട്ട് ഈസ് ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ? ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ എന്ന് വെച്ചാൽ ക്യാപിറ്റൽ വാങ്ങുക അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു കമ്പനിക്ക് ക്യാപിറ്റൽ എങ്ങനെ കിട്ടാം? ഒരു പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ പിന്നെ അതിൻ്റെ പ്രൈവറ്റ് ഓണേഴ്സാണ്, അവർ തന്നെ പേഴ്സണലായിട്ട് ചെയ്തോളും. അവരുടെ സ്വത്തുകൾ കാര്യങ്ങൾ മാത്രമേ എടുത്തുള്ളൂ, പബ്ലിക്കായിട്ടൊന്നും ഉണ്ടാക്കത്തില്ല. ഒരു പബ്ലിക് കമ്പനി ആണെങ്കിൽ അതിന് പബ്ലിക്കിൽ നിന്ന് പണം സ്വരൂപിക്കാനും പബ്ലിക് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് വെച്ചാൽ പൊതുജനമാണ് പണം അതിനകത്ത് നിക്ഷേപിക്കുന്നത്. ഓരോ ഷെയർ ഹോൾഡേഴ്സൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ ഡിബഞ്ചർ ഹോൾഡേഴ്സൊക്കെ ആയിട്ടും ബോണ്ട് ഹോൾഡേഴ്സൊക്കെ ആയിട്ടും അങ്ങനെ പബ്ലിക്കാണ് അതിനകത്ത് പണം നിക്ഷേപിക്കുന്നത്. ഇത്ര ഷെയർസ് അവർ മേടിക്കുന്നത് എന്ന് വെച്ചാൽ 25 ലക്ഷം രൂപയാണ് കമ്പനിയുടെ ക്യാപിറ്റൽ. ഇമാജിൻ ചെയ്യുക. ഇതിനകത്തുനിന്ന് ഇവർ വിളിച്ചേക്കുന്ന ഷെയറിന് വേണ്ടി വിളിച്ചേക്കുന്ന ക്യാപിറ്റൽ 25 ലക്ഷം രൂപയാണ്. 1000 രൂപയുടെ വെച്ച് 2500 ഷെയറുകൾ. മാർക്കറ്റ് വാല്യൂ 1000 രൂപ വെച്ച്, അല്ലെങ്കിൽ ഫേസ് വാല്യൂ 1000 രൂപ വെച്ച് ഉള്ള
2500 ഷെയറുകൾ. അങ്ങനെ ആ ഷെയറുകൾ വാങ്ങുന്നവരെല്ലാം ഷെയർ ഹോൾഡേഴ്സായിട്ട് മാറി ഇതെല്ലാം പബ്ലിക്കിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് മാറുന്നു. ഇങ്ങനെയാണ് ഒരു പബ്ലിക് കമ്പനിയിൽ ഷെയർ അല്ലെങ്കിൽ ക്യാപിറ്റൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത്. അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാനുണ്ട്. സെബിയുടെ കാര്യങ്ങളും അതിൻ്റെ പ്രോസ്പെക്ടസ് ഫയൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാനുണ്ട്. ഒരു പബ്ലിക് ഇൻട്രസ്റ്റ്, പബ്ലിക്കിൽ നിന്നും ഇൻവെസ്റ്റ്മെൻറ്റ് സ്വീകരിക്കണമെങ്കിൽ അത് ആദ്യം സെബി അറിയിക്കേണ്ടതുണ്ട്. സെബി അറിയണം. സെബി അറിഞ്ഞെങ്കിൽ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം എന്ന് വെച്ചാൽ സെബി സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ്, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയിലെ സെക്യൂരിറ്റീസിൻ്റെയും എക്സ്ചേഞ്ചിൻ്റെയും ബോർഡാണ്. സെക്യൂരിറ്റീസ്, അതിൻ്റെ എക്സ്ചേഞ്ച്, ബൈയിങ്, സെയിലിങ്, എക്സ്ചേഞ്ച് ഇതെല്ലാം നടക്കുന്നത് സെബി അറിഞ്ഞുകൊണ്ടായിരിക്കണം. സെബി ഈസ് ദ വാച്ച് ഡോഗ് ഓഫ് ഇന്ത്യൻ ഷെയർ മാർക്കറ്റിലെ വാച്ച് ഡോഗാണ് സെബി എന്ന് പറയുന്നത്. സെബിയെക്കുറിച്ച് വേറെ പാഠത്തിൽ കൃത്യമായിട്ട് സെബിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും എല്ലാം ഉണ്ട്. NSEയുടെയും BSEയുടെ എല്ലാത്തിൻ്റെയും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഓക്കെ, അപ്പം സെബിയിൽ ആദ്യം ഇത് രജിസ്റ്റർ ചെയ്യുന്നത് സെബിയുടെ അപ്രൂവലുമാണ്. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡിൻ്റെ അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പറ്റത്തുള്ളൂ. സെബി അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ പറയും. സെക്യൂരിറ്റീസ് കാര്യങ്ങളൊക്കെ വേണം. അതിൻ്റെ നിക്ഷേപം എന്ന് വെച്ചാൽ അതിൻ്റെ ഇൻവെസ്റ്റേഴ്സ് ആരൊക്കെയാണ് സെബി എടുത്ത് പറഞ്ഞിരിക്കണം. പിന്നീട് അതിൻ്റെ മുൻകൂർ അനുമതിയൊക്കെ നേടണം. ഇതൊക്കെ ഇങ്ങനെ പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് മേടിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ അനുമതിയൊക്കെ മേടിക്കണം. ഇത്രയാണ് സെബിയായിട്ട് ബന്ധപ്പെട്ട് വേണ്ടത്. പിന്നീട് രണ്ടാമതായിട്ട് വേണ്ടത് ഫയലിംഗ് ഓഫ് പ്രോസ്പെക്ടസ് ഫയൽ ചെയ്യണം. പ്രോസ്പെക്ടസ് ഒരു കമ്പനിയുടെ മുഖപത്രം ഫയൽ ചെയ്യണം. എന്താണ് മുഖപത്രം? കമ്പനിയുടെ ഡീറ്റെയിൽസ്, പേര്, കാര്യങ്ങൾ, അതിൻ്റെ പ്രൊമോട്ടർ ആരാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, ഡയറക്ടേഴ്സ് അതിനെല്ലാം ചേർത്ത് അതിൻ്റെ എത്ര ഷെയർസാണ് കൊടുക്കാനുള്ളതെന്ന് പറഞ്ഞ് എത്ര ഷെയർസാണ് കൊടുക്കാനുള്ളത്, അത് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ പേര്, അതിൻ്റെ ഡീറ്റെയിൽസ്, കാര്യങ്ങൾ, അതിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്ത് വേറൊരു പേപ്പറും. ഇത്രയാണ് പ്രോസ്പെക്ടസ് സാധാരണയായിട്ട് വേണ്ടത്. ഒരു കമ്പനി പ്രോസ്പെക്ടസോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രസ്താവന, ഒരു ഡിക്ലറേഷൻ എന്തെങ്കിലും കൊടുക്കണം. ഓഹരികളോ കടപ്പത്രങ്ങളോ വാങ്ങുന്നതിന് പൊതുജനങ്ങൾക്ക് ക്ഷണിക്കുന്ന ഒരു കമ്പനി പുറത്തിറക്കുന്ന നോട്ടീസോ വിജ്ഞാപനമോ പരസ്യമോ അങ്ങനെ എന്ത് മറ്റ് രേഖകൾ, അതിനെയാണ് പ്രോസ്പെക്ടസ് എന്ന് വിളിക്കുന്നത്. ഒരു നോട്ടീസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പരസ്യമായിരിക്കാം, അല്ലെങ്കിൽ ഒരു ബുക്ക്ലെറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു നോട്ടിഫിക്കേഷൻ ആയിരിക്കാം. അങ്ങനെ എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഒരു കമ്പനി ഇങ്ങനെ ഷെയർ ഇഷ്യൂ ചെയ്യുന്നു, ആ കമ്പനിയുടെ ഓണേഴ്സ് എന്ന് വെച്ചാൽ ഷെയർ ഹോൾഡേഴ്സ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, മാനേജിങ് ഡയറക്ടേഴ്സ് ആയിരിക്കണം ഇത് ഇഷ്യൂ ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രൊമോട്ടർ ആയിരിക്കണം ഇഷ്യൂ ചെയ്യുന്നത്. ഇഷ്യൂ ചെയ്യുമ്പം ഇതാണ് പ്രോസ്പെക്ടസ് ഫയൽ ചെയ്യണം. കമ്പനിയുടെ മൂലധനം നിക്ഷേപിക്കുന്നതിനോ ഓഹരികളുടെ കടപ്പത്രങ്ങൾ വാങ്ങുന്നതിനോ പൊതുജനങ്ങളെ ക്ഷണിക്കുന്ന പ്രോസസ്സാണിത്. ഈ പ്രോസസ്സിൽ പറയുന്ന വസ്തുതകളുടെ അടിസ്ഥാനത്തിലായിരിക്കും പ്രൈമറി ആയിട്ട് നിക്ഷേപകർ അവരുടെ നിക്ഷേപ തീരുമാനം എടുക്കുന്നത്. ഈ പത്രത്തിൽ കമ്പനിയെക്കുറിച്ച് എല്ലാ സുപ്രധാന വിവരങ്ങളും ഉൾപ്പെടുത്തിയതിനോടൊപ്പം തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ഒഴിവാക്കേണ്ടതുമാണ്. അത് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്ന പ്രൊമോട്ടറിൻ്റെയും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ഉത്തരവാദിത്തമാണ്. ഇതിനകത്ത് തെറ്റായിട്ട് ഈ കമ്പനി വേറൊരു കമ്പനിയുടെ ഭാഗമായിട്ടാണോ അല്ലെങ്കിൽ അങ്ങനെ വല്ല കാര്യങ്ങളുണ്ടോ, തെറ്റിദ്ധാരണ വരുന്ന കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഉണ്ടാവാൻ പാടില്ല. അതെല്ലാം റിമൂവ് ചെയ്തിട്ടേ ചെയ്യാൻ പാടുള്ളൂ. അടുത്തത് ബാങ്കുകൾ, ബ്രോക്കറുകൾ, അണ്ടർ റൈറ്റേഴ്സ് എന്നിവയുടെ നിയമം എന്ന് വെച്ചാൽ ഒരു കമ്പനിക്ക് ബ്രോക്കേഴ്സിൻ്റെയും ബാങ്കേഴ്സിൻ്റെയും അണ്ടർ റൈറ്റേഴ്സിൻ്റെയൊക്കെ ആവശ്യമുണ്ട്.
പൊതുജനങ്ങളിൽ നിന്ന് ധനം സംഹരിക്കുന്നതിന് വളരെ വലിയ ജോലിയാണ്. അതിൻ്റെ അപേക്ഷാ ഫീസ് കാര്യങ്ങളൊക്കെ സ്വീകരിക്കണം. അതൊക്കെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ബ്രോക്കേഴ്സിനെ, ഓഹരി ദല്ലാൾമാർ അവരെ ഏൽപ്പിക്കും. അവർ വിതരണം ചെയ്യുകയും ഓഹരികൾ വാങ്ങുന്നതിന് അപേക്ഷ സമർപ്പിക്കാൻ പൊതുജനങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്യും. ഓഹരി വിതരണം പൊതുജനങ്ങളിൽ നിന്നും വേണ്ടത്ര പ്രതികരണം ലഭിക്കുമെന്ന് ഉറപ്പില്ലെങ്കിൽ കമ്പനിക്ക് അതിനെ അണ്ടർ റൈറ്റേഴ്സിനെ, ജാമ്യക്കാരെ എന്ന് വെച്ചാൽ ഇവരുടെ ജാമ്യത്തിന് വെച്ചുകൊണ്ട്, ഇവരുടെ ഉറപ്പിന്മേൽ വെച്ചുകൊണ്ട് ചെയ്യാമെന്ന് പറഞ്ഞ് അവരെ നിയമിക്കാം. പൊതുജനങ്ങളിൽ നിന്ന് ഓഹരി വേണ്ടത്ര അപേക്ഷകൾ ലഭിക്കാതിരിക്കുകയാണെങ്കിൽ അത്തരം ഓഹരികൾ അണ്ടർ റൈറ്റേഴ്സ് ഏറ്റെടുത്തുകൊള്ളും എന്ന് വെച്ചാൽ ഇവർ ജാമ്യം നിൽക്കുകയാണ്. ഇവർ ജാമ്യം നിൽക്കുന്നത് വെച്ചാൽ ഈ അണ്ടർ റൈറ്റേഴ്സ് ഒരു 100 ഷെയർ അങ്ങ് വാങ്ങുക. 100 ഷെയർ വാങ്ങിയിട്ട് ഇവരുടെ ഉത്തരവാദിത്തമാണ് ഇതിനി വിൽക്കുക എന്നുള്ളത്. ഈ 100 ഷെയർ വിൽക്കാനുള്ള ഉത്തരവാദിത്തം ഈ അണ്ടർ റൈറ്റേഴ്സിൻ്റെ ഉത്തരവാദിത്തമാണ്. ഇവർക്കിപ്പം വ്യത്യാസമുണ്ട്. ഇവർക്കിപ്പോൾ കൊടുക്കുന്നത് 100 രൂപയുടെ 100 ഷെയറാണ്. ഇവരത് 110 രൂപയ്ക്ക് വിൽക്കും. അവരുടെ ലാഭം കണക്കാക്കി അവർ 110 രൂപയ്ക്ക് വിൽക്കുമായിരിക്കാം ഒരു ഷെയർ. അപ്പം അല്ലെങ്കിൽ അവർക്ക് ചില ഡിസ്കൗണ്ട് 110 രൂപയുടെ ഷെയറിന് അവർ 100 രൂപയ്ക്ക് അവർക്ക് അണ്ടർ റൈറ്റേഴ്സിന് 100 രൂപയ്ക്ക് കൊടുക്കണം. അവർ 110 രൂപയ്ക്ക് തന്നെ വിറ്റും എടുക്കാം. ഇപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് 100 ഷെയറും പോയി. അപ്പോൾ അവർക്ക് ലാഭമാണ്. അത്രയും ലാഭം അവർക്ക് കിട്ടുന്നുണ്ട്. അല്ല, ചിലപ്പം 70 ഷെയറേ പോയുള്ളൂ, ബാക്കി 30 ഷെയർ ഇവർ തന്നെ വാങ്ങേണ്ടി വരും. അണ്ടർ റൈറ്റേഴ്സ് ബാക്കി 30 ഷെയർ വാങ്ങേണ്ടി വരും. അതാണ് അണ്ടർ റൈറ്റേഴ്സിനെ ഗ്യാരൻറ്റീഡ് പേഴ്സണായിട്ട്, ജാമ്യക്കാരായിട്ട് നിയമിക്കുന്നത്. അതുപോലെ ഈ റേറ്റ് ഇതാണ് പറഞ്ഞത് എന്ന് വെച്ചാൽ 110 രൂപയുടെ ഷെയർ എന്ന് വെച്ചാൽ 10 രൂപ അവരുടെ കമ്മീഷനായിട്ട് കൊടുത്ത് 100 രൂപയ്ക്ക് അവർക്ക് വിൽക്കുന്നു. അല്ലെങ്കിൽ 110 രൂപയ്ക്ക് തന്നെ അവർക്ക് വിൽക്കുന്നു. ഒരു ഷെയറിന് 10 രൂപ കമ്മീഷൻ അവർക്ക് കൊടുക്കുന്നു. അവർക്ക് കമ്പനി തന്നെ കമ്മീഷൻ കൊടുക്കുന്നുണ്ട്. അതാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം. എന്ന് വെച്ചാൽ 110 രൂപയുടെ ഷെയർ അല്ലെങ്കിൽ 100 രൂപയ്ക്ക് അവർക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. അവർക്ക് നിശ്ചിത % കമ്മീഷൻ അവർക്ക് കൊടുക്കുന്നുണ്ട്. പിന്നീട് മിനിമം സബ്സ്ക്രിപ്ഷൻ, ചുരുങ്ങിയ മൂലധനം. നിശ്ചിത എണ്ണം ഓഹരികൾക്ക് അപേക്ഷ ലഭിച്ചാൽ മാത്രമേ ഓഹരികൾ അനുവദിച്ച് നൽകാനുള്ള പ്രോസസ്സ് കമ്പനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ അതിനകത്ത് 25 ലക്ഷം രൂപയുടെ ക്യാപിറ്റലാണ് ആവശ്യം. അതിനകത്ത് നമുക്ക് മിനിമം ഒരു 15 ലക്ഷം രൂപ വെച്ചെങ്കിൽ മാത്രമേ തുടങ്ങാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് കിട്ടിയത് 5 ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ. ഈ 5 ലക്ഷം രൂപ വെച്ച് നമുക്ക് തുടങ്ങാൻ പറ്റത്തില്ല. ഈ മിനിമം ആയിട്ടുള്ള 15 ലക്ഷം കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് അത് തുടങ്ങാൻ പറ്റത്തുള്ളൂ. അത് ഈ 5 ലക്ഷം രൂപ വെച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നീട് 10 ലക്ഷം രൂപയും കൂടി ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടിയെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. കമ്പനി നിയമപ്രകാരം ഇത്തരം നിശ്ചിത എണ്ണം ഓഹരികളുടെ തുക ചുരുങ്ങിയ മൂലധന തുക എന്ന് പറയുന്നു. വിതരണത്തിനുള്ള ഓഹരിയുടെ 90% ചുരുങ്ങിയ മൂലധന തുകയുടെ പരിധിയായി നിശ്ചയിക്കുന്നത്. അപ്പം 25 ലക്ഷം രൂപയാണെങ്കിൽ അതിൻ്റെ 90% ആകുമ്പം ഏകദേശത്തിനകത്ത് 2.5 ലാക്സ് കുറഞ്ഞ് ഒരു 22.5 ലാക്സ് ഇത്രയും വേണ്ടി വരും മിനിമം സബ്സ്ക്രിപ്ഷൻ തുകയായിട്ട് കമ്പനി നിശ്ചയിച്ചിരിക്കുന്നത്. അതിൻ്റെ 90% ആണ്. കമ്പനിയല്ല, രജിസ്റ്റർ ഓഫ് കമ്പനി, അതിൻ്റെ കമ്പനി ലോയൊക്കെ നിശ്ചയിച്ചിരിക്കുന്നത്. അപേക്ഷ ലഭിച്ച ഓഹരികളുടെ തുക വിതരണം ചെയ്ത ഓഹരികളുടെ തുകയുടെ 90% കുറവാകുന്ന സാഹചര്യത്തിൽ ഓഹരികൾ അനുവദിച്ച് നൽകാൻ കഴിയാതെ വരികയും അതിനാൽ അതുവരെ ലഭിച്ച അപേക്ഷാ ഫീസ് അപേക്ഷകൾ തിരിച്ചു നൽകുകയും ചെയ്യണം. മിനിമം സബ്സ്ക്രിപ്ഷൻ 22 ലക്ഷം രൂപ കിട്ടിയില്ല, 5 ലക്ഷം രൂപ കിട്ടിയുള്ളൂ. 5 ലക്ഷം രൂപ കിട്ടിയുള്ളെങ്കിൽ ഈ 5 ലക്ഷം രൂപ തന്നവർക്ക് തിരിച്ചു കൊടുക്കണം. 22 ലക്ഷം രൂപ കിട്ടുന്നില്ല എങ്കിൽ കമ്പനിയുടെ ഒരു മൂലധന സമാഹരണം വേറെ ഏതെങ്കിലും വഴിയിലൂടെ നടത്തുവാനായിട്ട് നോക്കേണ്ടതാണ് ഉചിതം. അതിൻ്റെ പ്രോപ്പർട്ടീസ് വല്ലതും അറ്റാച്ച് ചെയ്തോ അങ്ങനെ എന്തെങ്കിലും ഡിബെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തോ അങ്ങനെ വേറെ വല്ല വഴികളെയും നോക്കാനുള്ള പരിപാടി ചെയ്യണം. മിനിമം സബ്സ്ക്രിപ്ഷൻ അതിൻ്റെ 90% തുക കിട്ടിയില്ലെങ്കിൽ ഇതിനകത്ത് ഇപ്പം 90% അല്ല, ഇതിൻ്റെ ഒരു 20% ആയുള്ളൂ. 20% ആയിട്ടുള്ളെങ്കിൽ അത് കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്ത് അത്
മിനിമം സബ്സ്ക്രിപ്ഷൻ കിട്ടിയിട്ടില്ല, അപേക്ഷ ഫീസ് കിട്ടിയിട്ടില്ല, അത്രയും കിട്ടിയിട്ടില്ല എങ്കിൽ 20% കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഈ 5 lakhs 20% തുക കിട്ടിയത് തിരിച്ചു കൊടുക്കണം. അടുത്തതായിട്ട് വരുന്നതാണ് ആപ്ലിക്കേഷൻ ടു സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്കുള്ള ആപ്ലിക്കേഷൻ. സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്കുള്ള ആപ്ലിക്കേഷൻ ഈ ഷെയറും ഡിബഞ്ചേഴ്സും ഒക്കെ ഇഷ്യൂ ചെയ്യുന്നു എന്ന് പറഞ്ഞ് അവിടെ ഒരു ലെറ്റർ കൊടുക്കുന്നു. അവിടുത്തെ ഒരു അനുമതി ലഭിക്കുന്ന ചുരുങ്ങിയ ഒരു ഓഹരി വിപണിയിലും അപേക്ഷ സമർപ്പിക്കണം. അങ്ങനെ അപേക്ഷ സമർപ്പിച്ച് 10 ആഴ്ചയ്ക്കുള്ളിൽ അത് കിട്ടിയിട്ടില്ലെങ്കിൽ, ഇതൊരു അനുമതി കിട്ടിയിട്ടില്ലെങ്കിൽ ഓഹരി വിതരണ പ്രോസസ്സിങ് അസാധുവാകും. അത് ഇൻവാലിഡായിട്ട് മാറും. അത് ഇൻവാലിഡായിട്ട് മാറുകയും അതിന് ശേഷമുള്ള 8 ദിവസത്തിനുള്ളിൽ കിട്ടിയ അപേക്ഷ ഫീസെല്ലാം തിരിച്ചു കൊടുക്കണം. 10 ആഴ്ചയ്ക്കുള്ളിൽ ഈ ആപ്ലിക്കേഷൻ കൊടുത്ത് അത് അപ്രൂവ് ആയില്ലെങ്കിൽ ആ 10 ആഴ്ച കഴിഞ്ഞ് 8 ആഴ്ച എന്ന് വെച്ചാൽ ഈ അതിൻ്റെ ഇടയ്ക്ക് കിട്ടിയ സബ്സ്ക്രിപ്ഷൻ ഉണ്ടല്ലോ, 100 എണ്ണം കൊടുത്തിട്ട് 1000 എണ്ണം കൊടുത്തിട്ട് 200 എണ്ണേ കിട്ടിയുള്ളൂ, ഈ ബാക്കി 800 എണ്ണം കിടക്കുക. അങ്ങനെ കിടക്കുകയാണെങ്കിൽ ഈ 10 ആഴ്ച വരെ അങ്ങനെ കിടക്കുകയാണ്, പിന്നെ അതിനകത്ത് കൂടുതലൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഇത് കഴിഞ്ഞിട്ടുള്ള ഈ 10 ആഴ്ച കഴിഞ്ഞിട്ടുള്ള 8 ദിവസത്തിനകം ഈ 200 സബ്സ്ക്രിപ്ഷൻ്റെ തുക തിരിച്ചു കൊടുക്കണം. പിന്നീട് അടുത്തത് അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർ. ഈ പണമൊക്കെ കൊടുത്തിട്ട് ഇത് അലോട്ട് ചെയ്യണമല്ലോ, അത് അനുവദിക്കണമല്ലോ. പണം കൊടുത്ത് അനുവദിച്ചില്ലെങ്കിൽ ഇത് പൈസ തിരിച്ചു കൊടുക്കുന്നതാണ്. അനുവദിക്കുമെങ്കിൽ അലോട്ട്മെൻറ്റ് ലെറ്റർ കൊടുക്കണം. നിങ്ങൾ അപേക്ഷ സ്വീകരിച്ച് അതിൻ്റെ സർട്ടിഫിക്കറ്റ്, അലോട്ട്മെൻറ്റ് സർട്ടിഫിക്കറ്റ്, അത് അലോട്ട്മെൻറ്റ് ലെറ്റർ കൊടുക്കുകയും വേണം. അപേക്ഷിച്ചതിനാൽ കുറഞ്ഞ എണ്ണം ഓഹരികൾ അനുവദിച്ച് നൽകുകയോ ഒരു ഓഹരി പോലും അനുവദിച്ച് നൽകാതിരിക്കുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ അധികം വരുന്ന അപേക്ഷാ ഫീസ് അപേക്ഷകർക്ക് തിരിച്ചു നൽകുകയോ അവയുടെ ഓഹരി അനുവദിക്കൽ തുകയിലേക്ക് വരവ് വയ്ക്കുകയോ ചെയ്യുന്നു. കാരണം എന്ന് വെച്ചാൽ ഒരാൾ 100 ഷെയറിന് വേണ്ടി അപ്ലൈ ചെയ്തു, 80 എണ്ണേ കൊടുക്കാൻ പറ്റുള്ളൂ. 80 എണ്ണേ കൊടുക്കാൻ പറ്റുമെങ്കിൽ ബാക്കി 20 എണ്ണത്തിൻ്റെ പൈസ തിരിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ അടുത്ത ഷെയർ ക്യാപിറ്റലായിട്ട് ഇട്ട് അവിടെ വെച്ച് 20 എണ്ണത്തിൻ്റെ ഫീസ് അവിടെ വെച്ച് അടുത്ത ഷെയർ ഇഷ്യൂ ചെയ്യുമ്പം ഉടനെ 20 ഷെയർ കൊടുക്കുകയും ചെയ്യണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓഹരി അനുവദിക്കപ്പെടുന്നവർക്ക് ഓഹരി അനുവദിക്കൽ പത്രം, അലോട്ട്മെൻറ്റ് സർട്ടിഫിക്കറ്റോ അലോട്ട്മെൻറ്റ് ലെറ്ററോ കൊടുക്കുന്നു. ഇതാണ് അവരുടെ ഒരു തെളിവ്, ഇങ്ങനെ ഷെയർ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. ഓഹരി അനുവദിക്കൽ പ്രക്രിയ അവസാനിച്ച് 30 ദിവസത്തിനകം കമ്പനി സെക്രട്ടറിയോ ഡയറക്ടറോ ഒപ്പിട്ട ഓഹരി അനുവദിക്കൽ പത്രിക കമ്പനി രജിസ്ട്രാർക്ക് സമർപ്പിക്കുന്നതാണ്. ഇത്ര ഓഹരികൾ കിട്ടിയിട്ടുണ്ട്, ഇത്ര ഷെയർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് കമ്പനി സെക്രട്ടറി രജിസ്ട്രാർ ഓഫ് കമ്പനി രജിസ്ട്രാർക്ക് ലെറ്റർ അയക്കണം. അതിൻ്റെ ഒരു ഡോക്യുമെൻ്റ് അയച്ചു കൊടുക്കണം. ഓക്കെ.